ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് കോളിഫ്ലവർ വെച്ചിട്ട് നമ്മുടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി, അത് വെള്ളം പോലുള്ള ഒഴിച്ച് കറിയല്ല, പക്ഷെ എന്നാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മസാല മുഴുവൻ അതിൻ്റെ മുകളിൽ പിടിക്കുന്ന രീതിയിൽ നമുക്കത് പുരട്ടി വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്കത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. 2 തക്കാളി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് 1 എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇതിനെ ഇവിടെ സാമ്പാർ ചീന എന്ന് പറയും. അപ്പോൾ അതെല്ലാം കഷ്ണമാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ടു. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിങ്ങനെ പീസ് ആക്കിയിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുകയായിരിക്കും കുറച്ച് നല്ലത്. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ സവാള ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കരിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് മസാല ഒക്കെ പുരട്ടി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ വേറെ പൊടിയുടെ ആവശ്യമൊന്നുമില്ല, മുളക് പൊടി അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ നമ്മുടെ വേപ്പിലയും അതുപോലെ വെമ്പയുടെ ഇലയും അതെല്ലാം നന്നായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഞാൻ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. കറി ആയ സമയത്ത് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. ചോറ് കഴിക്കുമ്പോഴാണ് ഓർത്തത് ഇതാക്കിയത് നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഉള്ളതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.